സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മൂന്നാർ ഫോഗ് റിസോർട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയി താമസിക്കാനുള്ളൊരു അവസരം ഞങ്ങൾ ഒരുക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, ലൈക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് സക്കീറെ, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മൾ ചെയ്ത ജോലിയാണെങ്കിലും റിപ്പോർട്ടറാണ്. അപ്പോൾ ദിവസവും ട്രാവൽ ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റോറി കിട്ടത്തുള്ളൂ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ സക്കീർ ഹുസൈൻ മണ്ണഞ്ചേരി. സിയാഹ കേരള ട്രാവൽസ് ഫോറം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന റിസോർട്ട് ഫോഗ് മൂന്നാർ. അപ്പോൾ അതിനു മുമ്പൊരു കാര്യം, നമ്മൾ യാത്ര തുടങ്ങിയത് പെരിയാറിന് കുറുകെ നിർമ്മിക്കപ്പെട്ട നേര്യമംഗലം പാലത്തിലൂടെയാണ്. നേര്യമംഗലം പാലം തൊട്ട് ഏതാണ്ട് അടിമാലി അടുത്ത് വരെ എത്തുമ്പോഴേക്കും കാടിനകത്തൂടുള്ളൊരു അതിമനോഹരമായൊരു യാത്രയാണ്. ഇപ്പോഴാണെങ്കിൽ നല്ലൊരു മഴയുണ്ട്, നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണുള്ളത്. അപ്പോൾ മൂന്നാറിലെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ വഴിയിൽ ഒരു ചീയപ്പാറ വാട്ടർഫോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചീയപ്പാറ കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല കോടമഞ്ഞാണ്. നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം, നല്ല കോടമഞ്ഞാണ്. ഒപ്പം തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്, പക്ഷേ നൂലായിട്ടാണ് പെയ്യുന്നത്. തണുത്ത അന്തരീക്ഷമാണ്. നമ്മൾ മൂന്നാർ എത്തിയിട്ടില്ല, ഇനി അടിമാലി അടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് റോഡ് വരുന്ന വഴിക്കാൻ റോഡിൽ നിന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് കയറുകയാണ്. അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഉണ്ട്. അവർ ഡോർ തുറന്ന് നമ്മൾ ഐഡൻറ്റി നമ്മളാണ് ഇന്ന ആളാണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഈ ഒരു പ്രോപ്പർട്ടി ഒരു വാലി വ്യൂ ആയിട്ടാണുള്ളത്. അപ്പോൾ നിലവിൽ റിസപ്ഷൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. നമ്മൾ റിസപ്ഷനിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾക്ക് കോവിഡ് പ്രോട്ടോകോൾ ഉണ്ട്. ആദ്യം ഫോഗ് ചെയ്ത് നമ്മുടെ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അകത്തേക്ക് കയറുക. അപ്പോൾ നിലവിൽ അതിൻ്റെ ഇത്ര സേഫ്റ്റി ആയിട്ടാണ് കേരളത്തിലെ ഓരോ റിസോർട്ടുകളും അവരുടെ ഗസ്റ്റ് സ്വീകരിക്കുന്നത്. അപ്പം ഒരു തരത്തിലുള്ള ഭയപ്പാടുകളും ആവശ്യമില്ല. നമ്മുടെ സാനിറ്റൈസേഷൻ ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കയറിയിട്ട് ഹായ് നമസ്കാരം, നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് ഓക്കെ നോക്കിക്കോളൂ. ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ഓക്കെ. അപ്പോൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രശ്നം നമ്മുടെ ഒരു വെൽക്കമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്വന്തം കുടുംബത്തോട്ട് കയറുന്ന പറഞ്ഞ ഫീലാണ്. ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒരുപാട് ഇദ്ദേഹത്തിന് ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ഒരു ഫാസ്റ്റിംഗ് ടൈമിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് എൻ്റെ 3 മണിക്ക് സമയത്ത് ഒരു 3 മണി സമയമാണ് എനിക്കുള്ള മുഴുവൻ ഭക്ഷണവും ഒരുക്കി തന്ന ഷെഫാണ്. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു അനുഭവം കൂടിയാണ്. അപ്പോൾ ചെക്ക് ഇൻ പ്രൊസീജിയർ സ്റ്റാർട്ടാകുന്നതിന് മുമ്പായിട്ട് അവർ ഫേസ് വാഷ് അത് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വിവരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 പ്രൊസീജിയർ ഇവിടെ നടത്താനുണ്ട്. നമുക്ക് ID കാർഡ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ്. പിന്നെ എടുത്തു പറയാനുള്ളൊരു സംഗതി, ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് അവർ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നത്. അതിനകത്തിപ്പോൾ ചുക്ക്, കുരുമുളക്, ഇഞ്ചി, അതുപോലെയുള്ള നമ്മുടെ ഒരു തനതായ ഒരു എന്താ പറയുക, തണുപ്പ് സമയത്തൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു ഇതില്ലേ, അതാണിപ്പോൾ ഇവരിവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നത്. അത് കഴിക്കുന്നതുകൊണ്ട് അവർ പറയുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അതും ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ഇതിനു മുമ്പ് ഇവിടെ ഗാവയായിരുന്നു. അറബികൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമായതുകൊണ്ട് ഇവർ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഗാവയായിരുന്നു. ഗാവ എന്ന് പറയുന്നത് അറേബ്യൻ സംസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു പാനീയമാണ്. ഇപ്പോൾ ഇത് നിലവിൽ ഈ മലയാളികൾ മാത്രമായതുകൊണ്ടാവണം, അല്ലെങ്കിൽ ഇന്ത്യക്കാർ മാത്രമായതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ളൊരു സംഗതി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് കുടിച്ചു നോക്കാം, കുടിച്ചിട്ട് അഭിപ്രായം. അപ്പോൾ ഞാൻ കുടിച്ചു നോക്കിയിട്ട് പറയാം. അപ്പോൾ അതിനകത്ത് ആ കുരുമുളകിൻ്റെ ചെറിയ എരിവുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചിയുടെ, പിന്നെ ഏതാണ്ട് 8ഓളം സംഗതികൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെന്നാണ് ഷെഫ് പറഞ്ഞത്. അല്ലേ ഷെഫേ? എന്തൊക്കെയാണെന്ന് പറഞ്ഞു. This welcome drinks from Corona is coming. Corona, there is a immunity boost is there. That I will making from the tamarind, then dry ginger, then peppercorn, then star nuts, then cinnamon stick and basil. Has to boil half an hour, then has to filter. This is good for immunity power. That's why I am making it.
നിലവിൽ മൂന്നാർ നല്ല തണുപ്പുള്ള പ്രദേശമാണെന്ന് എല്ലാവർക്കും അറിയാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഈ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അകത്തേക്ക് പോകണം. അപ്പോൾ ചെക്കിംഗ് പ്രൊസീജിയറിലേക്ക് കിടക്കാം. എന്താണ് നിങ്ങളുടെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചെക്കിംഗ് പ്രൊസീജിയർ? ഓക്കെ ഓക്കെ ഷുവർ. അപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അകത്തേക്ക് പോകാനായിട്ടുള്ള കോവിഡ് ഡിക്ലറേഷൻ ഫോമും ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പോകാൻ ചേർത്താം. അപ്പോൾ ചെക്കിൻ പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. വളരെ ലളിതമായ ചെക്കിൻ പ്രൊസീജിയറാണ്. നമുക്ക് അപ്പം റൂമിലേക്ക് പോകാം. അപ്പോൾ ലോബിയിൽ നിന്ന് നമ്മൾ നേരെ റൂമിലേക്ക് നമ്മുടെ ലഗേജുകളെല്ലാം ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം റൂമും കാര്യങ്ങളും പുറത്ത് കാണിക്കും. പക്ഷേ മഴ ഉള്ളതുകൊണ്ട് പുറത്ത് പോയി ഷൂട്ട് ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും അതിലേക്ക് നമുക്ക് പോകാം. ബാക്കിയുള്ള അപ്പോൾ കൊറോണയുടെ പ്രോട്ടോക്കോൾ വെച്ചിട്ട് കംപ്ലീറ്റ് വരുന്ന ലഗേജുകളും അവർ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറുള്ളൂ. അപ്പോൾ വരുന്ന ഗസ്റ്റിനെ മാത്രമല്ല, ഉള്ള മുഴുവൻ ലഗേജസും അവർ സാനിറ്റൈസ് ചെയ്ത് വൃത്തിയായി എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അവർ അകത്തേക്ക് കയറുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് സേവന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഫോഗ് റിസോർട്ടിൻ്റെ AGM-നൊപ്പമാണ് ബേസിൽ. അപ്പോൾ അദ്ദേഹം ആണ് ഇന്ന് നമുക്ക് റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ബേസിൽ പ്ലീസ്. ഓക്കെ, നമുക്ക് 40 റൂംസാണ് മൊത്തത്തിൽ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്കൊരു കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് വില്ല കാറ്റഗറി ഉണ്ട്. 2 ബെഡ്റൂം വില്ലയാണ് വരുന്നത്. ഇതിനകത്ത് 2 ബെഡ്റൂം വില്ല, ഒരു ഹാള്, 2 ബെഡ്റൂം, സെപ്പറേറ്റ് ഒരു ലോൺ ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ റൂംസ് വരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് കാറ്റഗറി വരുന്നത് നമ്മളുടെ പ്രീമിയം വാലി വ്യൂ എന്ന് പറയുന്ന റൂംസാണ്. അതെല്ലാം ബാൽക്കണി, വാലി വ്യൂ ബാൽക്കണിയാണ് എല്ലാത്തിനും വരുന്നത്. പിന്നെ ഒരു ഹണിമൂൺ റൊമാൻറ്റിക്ക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹണിമൂണേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സെപ്പറേറ്റ് ഒരു പ്യുവർ പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെ ഉള്ളൊരു വില്ലയാണ് അത് വരുന്നത്. പിന്നെ നമ്മുടെ റൂംസിൻ്റെ ബാക്കി ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ നമുക്ക് പൂളുണ്ട്, സ്പാ ഉണ്ട്. നമുക്ക് സ്പാ പക്ഷേ ഇപ്പോൾ ഈ COVID-19 ഒരു പ്രശ്നം കാരണം നമ്മൾ സ്പാ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു ഫെസിലിറ്റി നമുക്ക് നേരത്തെ തുടങ്ങി ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ കിഡ്സിനാണെങ്കിൽ പ്ലേ ഏരിയയും ഒരു ലോണും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട്. നമുക്ക് ഗസ്റ്റിന് അതും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഈവനിങ്ങിൽ നമുക്കൊരു നമ്മളൊരു നേച്ചർ വാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ COVID-19 കാരണം നമ്മളത് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഹൈലൈറ്റഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വൈകിട്ടൊരു 5 മണി തുടങ്ങി 6 മണി വരെ നമ്മളൊരു ട്രഡീഷണൽ സ്റ്റൈലിൽ ഒരു ചായക്കട അത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇൻഹൗസിലുള്ള എല്ലാ ഗസ്റ്റിനും അത് കോംപ്ലിമെൻ്ററി ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവാർഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ വേൾഡ് ലക്ഷറി അവാർഡ്സ്, അത് വേൾഡിലെ തന്നെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ ചൂസ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു അവാർഡാണ്. അത് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടാണ് ആ അവാർഡ് നമ്മൾ കളക്ട് ചെയ്തത്. 2017-ലും 2018-ലും നമുക്ക് ആ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. നമ്മുടെ റൂം കാണിക്കാനായിട്ട് നമുക്കൊപ്പം വരുന്ന സംശയമാണ്. ഏതൊക്കെ കാറ്റഗറികളാണ് നമുക്ക് ഇവിടെ ലഭ്യമാക്കണം? ഇതാണ് ഇത് ഏത് കാറ്റഗറി? ഫോഗ് വില്ല. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് കാറ്റഗറി ഏതാണ്? ഫോഗ് വില്ലയാണ്. ഓക്കെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഫോഗ് റിസോർട്ടിലെ ഏറ്റവും ടോപ്പ് കാറ്റഗറി ആയിട്ടുള്ള റൂമാണ്. അപ്പം ഏറ്റവും ടോപ്പ് കാറ്റഗറിയാണ് ഫോഗ് റിസോർട്ടിലുള്ള ഫോഗ് വില്ല എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബെഡ്റൂമും അതുപോലെ തന്നെ അതിൻ്റെ ലിവിങ് സ്പേസും ഉണ്ട്. കൂടാതെ 2 ബെഡ്റൂമിനും 2 അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്. പിന്നെ ടീ കോഫിക്കുള്ള എല്ലാ സംഗതികളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ടെലിവിഷനുണ്ട്, അതുപോലെ മിനി ബാർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാൽക്കണിയിലേക്കുള്ള വ്യൂ ആണ്. വളരെ അതിമനോഹരമായിട്ടുള്ള ബാൽക്കണിയും അതിൻ്റെ വ്യൂ ഉണ്ട്. ഇപ്പോൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രകൃതി ആസ്വദിക്കാനായിട്ട് പറ്റും. ഈ റൂമാണ് ഹണിമൂൺ കോട്ടേജ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇപ്പോൾ നിലവിൽ ബെഡ്റൂം, ഒപ്പം തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ചെറിയൊരു ലിവിങ് സ്പേസും അല്ലെങ്കിൽ ഡ്രസ്സിങ് റൂം പോലെയൊക്കെ അവിടെ ഒരു സംവിധാനമുണ്ട്. പിന്നെ വിശാലമായ ഒരു ബാൽക്കണിയാണ്. വളരെ ശാന്തമായി ഒരു ഒച്ചയോ അനക്കോ ഒന്നുമില്ലാതെ റിസോർട്ടിൻ്റെ മുഴുവൻ പ്രകൃതിയുടെ മുഴുവൻ ഭംഗി ആസ്വദിക്കാൻ പറ്റിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബാൽക്കണി ഒന്ന് കാണിച്ചു തരാം.
അപ്പോൾ നമുക്ക് ലഞ്ചിലേക്ക് പോകാം. 12:30 മുതൽ 3:30 വരെയാണ് ലഞ്ച് ടൈം. ലഞ്ച് റിസപ്ഷനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് അവർ റെസ്റ്റോറൻറ്റ് ഒരുക്കിയിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് വിശാലമായ റെസ്റ്റോറൻ്റ് മാത്രമല്ല, അവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ ഈ ഫോഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ വാലി വ്യൂവും നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ് ഇതാണ്. റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറുകയാണ്. കയറി കഴിഞ്ഞാൽ നേരെ കാണും, ഇന്ന് അവർ ബൊഫയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ ഇതിൽ അങ്ങനെ ബൊഫെ എല്ലാ ദിവസവും ഉണ്ടാകാറില്ല. നിലവിൽ ഒരു തിരക്കുള്ള സമയത്ത് മാത്രം ഒരു ബൊഫെ സെറ്റ് ചെയ്തത്, അല്ലാത്തപ്പോഴൊക്കെ അലാക്കാട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിഭവങ്ങളിലേക്ക് കിടക്കാം. എന്തായാലും നല്ല ഒന്നാന്തരം ബീഫ് ഒലത്തിയതുണ്ട്. നാവിൽ നല്ല കൊതിയൂർന്ന സാധനം, നല്ല കാണാൻ തന്നെ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് കാണുന്നതിന് പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഉഷാർ ബീഫ്, നാവിൽ വെള്ള ഊർന്ന ബീഫ്. പിന്നെ മീൻകറിയുണ്ട്, ചിക്കനുണ്ട്. അത് തൽക്കാലം ഇതൊന്നും കൈവെക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ നാടൻ തോരൻ, കടലക്കറിയുണ്ട്, അതിൽ പൊട്ടറ്റോ വെച്ചിട്ടുള്ള വിഭവങ്ങളുണ്ട്. പിന്നെ പനീർ തവായുണ്ട്. പിന്നെ നമുക്ക് കഴിക്കേണ്ട ചോറാണെങ്കിൽ വൈറ്റ് റൈസും ഫ്രൈഡ് റൈസും അതുപോലുള്ള വിഭവങ്ങളെല്ലാവരും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു അല്പം കിഴങ്ങും കൂടെ ഒന്ന് ട്രൈ ചെയ്യാണ്. ഉരുളക്കിഴങ്ങ് നല്ല കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രസമുണ്ട്, കാണാനും മാത്രമുണ്ട് സാധനം. അപ്പോൾ ബീഫിൻ്റെ ഒരു സാധനം, ബീഫ് ശരിക്കും ബീഫ് വരട്ടിയാനോ, ആഹാ. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ലോബിയിലെത്തി. അപ്പോൾ ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ പ്രമുഖ ജേർണലിസ്റ്റും ആക്ടിവിസ്റ്റും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഐപ്പ് വള്ളിക്കാടൻ നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹവും ഫാമിലിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിസോർട്ടിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊന്ന് നമ്മളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തെ പിടിച്ചിരുത്തിയതാണ്. അപ്പോൾ എന്താണ് സർ താങ്കളുടെ ഒരു സക്കീറെ, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മൾ ചെയ്ത ജോലിയാണെങ്കിലും റിപ്പോർട്ടറാണ്. അപ്പോൾ ദിവസവും ട്രാവൽ ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റോറി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ദൂരം സ്ഥലങ്ങളിലേക്ക് പോകാതെ ലോക്കൽ സ്ഥലങ്ങൾ നമ്മൾ ആസ്വദിച്ച് തുടങ്ങി. അപ്പം നമ്മൾ ഇത് കോവിഡ് വരുമോ വരാതിരിക്കുമോ എന്നുള്ളതല്ല, നമ്മൾ പ്രിക്കോഷൻ എടുക്കുന്നു. ഇപ്പം ഞാൻ മൂന്നാർ തിരഞ്ഞെടുക്കാനുള്ള കാരണം, മൂന്നാർ ജസ്റ്റ് എന്താ പറയുക, ഒരു കോവിഡിൻ്റെ ആ ഒരു എഫക്റ്റിൻ്റെ സമയത്തൊക്കെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിരുന്നു, ആളുകൾ വരുന്നേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്, അധികം ആൾക്കാരില്ല എന്ന് ഞാൻ പലരോടും വിളിച്ച് അന്വേഷിച്ചു. ഇവിടെ തന്നെയുള്ള ലോക്കൽസിനോട് വിളിച്ച് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നത്. അപ്പോൾ എൻ്റെ ഒരു ശരാശരി കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത സമയത്തൊന്നും നമുക്കൊരു കൺജഷൻ ഫീൽ ചെയ്തിട്ടില്ല, റോഡിലാണെങ്കിലും നടക്കുന്ന വഴികളിലൊന്നും. ഇപ്പം ഞാൻ മൂന്നാർ ടൗണിൽ പോയി, കടകളെല്ലാം അടവാണ്. എന്നാൽ ഒരു 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 ഹർത്താലിൻ്റെ പ്രതീതി എന്ന് വേണമെങ്കിൽ പറയാം. അധികം ആൾക്കാരൊന്നുമില്ല, എന്നാൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകാനും പറ്റും, വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ മൂന്നാറിലെ എക്കോ പോയിൻറ്റിലും ടോപ്പ് സ്റ്റേഷനിലും പോകുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഐസൊലേറ്റഡ് ആണ് നമ്മൾ. പിന്നെ പരമാവധി മാസ്ക് വെച്ച് പുറത്തിറങ്ങുക, പൊതു സ്ഥലങ്ങളിൽ പോയി, തുറസായ സ്ഥലങ്ങളിൽ പോയി ഒന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങൾ ഈ കോവിഡ് കാലത്തെ യാത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ എല്ലാ വീക്കെൻഡിലും ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, അയൽവാസിയാണ്, ആലപ്പുഴ ജില്ലയാണ്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഫാമിലി ആയിട്ടല്ലേ വന്നത്, അപ്പോൾ എന്താണ് ഐപ്പിൻ്റെ ഒരു അനുഭവം, എന്താണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു റിവ്യൂ പോലെ പറഞ്ഞ് എന്താണ് അതിനകത്തുള്ളത്? ഒന്ന്, ഫോഗ് മൂന്നാർ ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഭയങ്കര എന്താ പറയുക, ഒരു ശാന്തതയുള്ള സ്ഥലമാണ്, ബഹളമൊന്നുമില്ല. നമ്മളൊരു ഫ്ലോട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ എടുത്ത സ്ഥലം നല്ലതാണ്, ഞങ്ങൾക്ക് വില്ലയാണ് കിട്ടിയത്, നല്ല സ്ഥലം, നമ്മൾ മാത്രമേ ഉള്ളൂ, കുട്ടികൾ നമ്മളായിട്ട്, നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ട് വരുന്നവർക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സാധാരണ ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അതിന് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ പണ്ടുണ്ടായിരുന്ന റേറ്റിനേക്കാളും കുറച്ചാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്, പക്ഷേ അതിനേക്കാളും നല്ല സൗകര്യം കിട്ടുന്നുണ്ട്. പിന്നെ ഫോഗ് മൂന്നാറിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഭക്ഷണം, ഗംഭീര ഭക്ഷണമാണ്. എനിക്കൊന്ന് പുറത്ത് ഇപ്പം മഴയൊക്കെയാണ്, നമുക്ക് അധികം പുറത്ത് നടക്കാൻ പറ്റത്തില്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ നന്നായിട്ട് സമയം ചിലവഴിക്കുന്നുണ്ട്. നല്ല ഭക്ഷണമാണ്, പിന്നെ ക്ലീനാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്തു, നമ്മളെ സാനിറ്റൈസ് ചെയ്താണ് കയറ്റി, നമ്മുടെ ഫുഡ്, ചെരുപ്പ്, നമ്മുടെ ലഗേജസ്. പിന്നെ നമുക്ക് റൂമിലിപ്പം എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അപ്പോൾ അവർ രണ്ടുപേരും ആദ്യം പറഞ്ഞത്, അപ്പോൾ ടോയ്ലറ്റ് ഈസ് വെരി ക്ലീൻ എന്നുള്ളതാണ്. അപ്പം കൊച്ചേപ്പ് എന്നോട് പറഞ്ഞത്, അപ്പോൾ അവൻ അത്യാവശ്യം വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ ദുബായിലുള്ള പോലെ തന്നെ ക്ലീനാണ് റൂമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പം ഇപ്പോൾ ദുബായാണ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു മാർക്കറ്റ് ആഫ്റ്റർ കോവിഡ്.
അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു സ്റ്റാർ ഫെസിലിറ്റി എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഞങ്ങളെ സംബന്ധിച്ചൊരു ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല, ആർക്ക് വന്നാലും ഇത് ഫീൽ ചെയ്യും. ഇപ്പോൾ ഫോഗിൻ്റെ ബാൽക്കണി എന്നുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഗിൻ്റെ പേര് ശരിയാണെന്ന് വെക്കുന്ന രീതിയിലുള്ള മേഘങ്ങൾ ഇങ്ങനെ താഴ്ന്ന് മലമടക്കുകളിലൂടെ പറക്കുന്ന ഒരു കാഴ്ചയാണല്ലോ. ഒന്നൊന്നര കാഴ്ച കേട്ടോ, അത് മൂന്നാറേ കാണാൻ പറ്റുള്ളൂ. ആ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് നോക്കിയാൽ നല്ല നല്ല രസകരമായ തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന ഭൂമിയും മേഘങ്ങളിങ്ങനെ ഭൂമിയോട് ചേർന്ന് ഇങ്ങനെ പോകുന്ന ആ ഒരു വാല്യൂ വ്യൂ ആണ് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മളിന്ന് അവരുടെ ക്ലബിനാണുള്ളത്. ഇവിടെ ബില്ലിയാർഡ്സ് അവർ ഒരുക്കിയിട്ടുണ്ട്. വരുന്ന സഞ്ചാരികൾക്ക് അവരുടെ വിനോദത്തിന് വേണ്ടി ബില്ലിയാർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ചെസ് ഉണ്ട്. ചെസ് മാത്രമല്ല, ഇവിടെ ഫുട്ബോൾ ഉണ്ട്, ഒപ്പം ക്യാരംസ് ഉണ്ട്. അങ്ങനെ മാനസികോല്ലാസത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും അവരുടെ ഈ ക്ലബ്ബിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതും ഈ റിസോർട്ടിൽ വരുന്നത് അനുഭവിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മൂന്നാർ ഫോഗ് റിസോർട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയി താമസിക്കാനുള്ളൊരു അവസരം ഞങ്ങൾ ഒരുക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, ലൈക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇന്ന് ഞങ്ങളിടുന്ന ഈ വീഡിയോയ്ക്ക് ഒരു നല്ല കമൻ്റ് ഇട്ട് അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് നേടുന്ന ആൾക്ക് ഈ റിസോർട്ടിൽ ഫ്രീ ആയിട്ട് വന്ന് താമസിച്ച് പോകാം 2 നൈറ്റ്. അതിന് തൊട്ട് താഴെയുള്ള 2ാം സ്ഥാനക്കാരന് 1 നൈറ്റ് ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ 23-ാം തീയതി രാത്രി 10 മണിക്ക് ഞങ്ങളത് മുഴുവൻ ചെക്ക് ചെയ്ത് അതിൽ വിജയം ഞങ്ങൾ പ്രഖ്യാപിക്കും. അദ്ദേഹത്തിന് 2 പേർ, ഒരാളല്ല, ഒരു റൂമിൽ 2 പേർക്ക് താമസിക്കാം. അപ്പോൾ 2 പേർക്ക് വന്ന് മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാം. ഈ റിസോർട്ടിൻ്റെ മുഴുവൻ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ പ്രഭാത സഫാരിയിലാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ജോഗിങ്ങിന് താല്പര്യമുള്ള ആളുകൾക്ക് രാവിലെ നടക്കാനുള്ള വഴികൾ വില്ലകളുടെ ഇടയിലൂടെ ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസ്, തണുത്ത കാലാവസ്ഥയും അതുപോലെ തന്നെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ളൊരു അന്തരീക്ഷമാണല്ലോ. രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ഊർജ്ജം നൽകും. അത്ര ഭംഗിയുള്ളൊരു ആംബിയൻസാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം ആയി. ഇവിടെ സാധാരണഗതിയിൽ 8 മണി തൊട്ട് 10:30 വരെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം. അപ്പോൾ നാടൻ വിഭവങ്ങൾ കൊണ്ട് തന്നെ തുടങ്ങാം നമുക്ക്. ഇഡലിയുണ്ട്, അതുപോലെ തന്നെ വേറെന്താ ഉള്ളത്? ഇഡലിയുണ്ട്, വട, പൂരി ഭാജി, ബട്ടൂര, ചന്ന മസാല. എടുക്കും നോക്കട്ടെ. ബട്ടൂരായും അതിൻ്റെ ചനാക്കറിയും, ചന ഹിന്ദിയിൽ കടല, അത് കഴിക്കാനുള്ള ഉദ്ദേശമാണ്. ഇപ്പോൾ നിലവിൽ റെസ്റ്റോറൻ്റ് ഉള്ളത് വാല്യൂ വ്യൂവിലാണ്. അപ്പോൾ നേരെ നമ്മുടെ താഴെ കാണുന്നത് പൂളാണ്. അതുപോലെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആർത്തുല്ലസിക്കാനുള്ള പൂളും സംവിധാനങ്ങളുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കയറാം. അപ്പോൾ വൈൻഡപ്പിനുള്ള സമയമായിരിക്കുകയാണ്. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റിസോർട്ടുകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ തീർച്ചയായിട്ടും ആ റിസോർട്ടിനെ കുറിച്ച് റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതാണ്. ഒപ്പം സൈനിങ് ഓഫ് സക്കീർ ഹുസൈൻ, മണഞ്ചേരി.